1945 അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 2 വർഷം മുൻപ് അന്ന് മലപ്പുറം ജില്ലയിലെ കാര്യവട്ടത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 16ാം സമ്മേളനം നടക്കുന്നു. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗമായിരുന്നു ചരിത്രത്തിലേക്കുള്ള അറിവിന്റെ മെഴുകുതിരിവട്ടമായി പരിലസിച്ചത്. അതെ, സമസ്തയ്ക്ക് കീഴിൽ മദ്രസ പ്രസ്ഥാനമെന്ന ആശയം ഉടലെടുക്കുന്നു. പിന്നീട് 1951 മാർച്ച് 24 കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ചേർന്ന സമസ്ത സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മുഷാവറ ബോർഡും രൂപീകരിച്ചു. അതിനുശേഷം അഥവാ സെപ്റ്റംബർ 17 മലപ്പുറം ജില്ലയിലെ പുതുപ്പറമ്പ് പള്ളിയിൽ സമസ്ത പ്രസിഡന്റ് വാളംകുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മദ്രസ പ്രസ്ഥാനമെന്ന ആശയത്തിന് അന്തിമ രൂപം നൽകി. പാഠ്യപദ്ധതി സമിതി, അധ്യാപക പരിശീലന പരിപാടി, അഫിലിയേഷൻ, പരീക്ഷാ സമ്പ്രദായം, ഇൻസ്പെക്ഷൻ തുടങ്ങിയ അക്കാദമിക് പരിപാടികളുടെ വിവിധ മേഖലകളും ഘട്ടങ്ങളും യോഗത്തിൽ രൂപീകരിച്ചു. 1952 ജൂൺ 26 ഇതേ പുതുപ്പറമ്പ് പള്ളിയിൽ വീണ്ടും ഒരു യോഗം നടക്കുന്നു. അന്നാണ് വിജ്ഞാനത്തിന്റെ നിറനിലാവ് തെളിയിച്ചുകൊണ്ട് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾക്ക് നിറം പകർന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ മദ്രസ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമാകുന്നത്. ആദ്യമായി 10 മദ്രസകൾക്ക് സമസ്ത അംഗീകാരം നൽകി. ഇതിൽ പുതുപ്പറമ്പ് ബയാനുൽ ഇസ്ലാം മദ്രസക്കാണ് ആദ്യത്തെ അംഗീകാരം നൽകിയത്. പറവണ്ണ, വാരാമ്പനാല, അന്നാര, കല്ലൂർ, കോട്ടക്കൽ, എടരിക്കോട്, കക്കാടുംപുറം, തോഴന്നൂർ, പള്ളിക്കാഞ്ഞിരം എന്നിവിടങ്ങളിലെ മദ്രസകളായിരുന്നു മറ്റുള്ളവ. മലപ്പുറം ജില്ലയിൽ 9ഉം തൃശൂരിൽ 1 മദ്രസയും. 1952 10 മദ്രസകളുമായി പ്രയാണമാരംഭിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള മദ്രസ പ്രസ്ഥാനങ്ങളുടെ എണ്ണം 2020 ജനുവരി 10 എത്തിയപ്പോൾ 10,000 മദ്രസകളെന്ന അപൂർവ ഖ്യാതിയിലേക്ക് കടന്നിരിക്കുന്നു. സമസ്ത രൂപീകരിച്ച ആദ്യ വർഷത്തിൽ 42 മദ്രസകൾക്കാണ് അംഗീകാരം നൽകിയത്. പിന്നീട് അങ്ങോട്ട് മദ്രസ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവാൻ ഓരോ മഹല്ലും സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നു. കേൾവിയും കേൾപ്പൂരുമില്ലാത്ത അക്കാലത്തിലെ ആദ്യ 10 വർഷത്തിൽ 746 മദ്രസകൾക്ക് കൂടി സമസ്ത അംഗീകാരം നൽകി. 20 വർഷം കൊണ്ട് അത് 2694 എന്ന അക്കത്തിലേക്കെത്തി. 50 വർഷം കൊണ്ട് 7865 മദ്രസകളും അംഗീകാരം നേടി. 69 വർഷം കൊണ്ടാണ് സമസ്ത 10,000 മദ്രസകളെന്ന ചരിത്രത്തിലെ സമാനതകളില്ലാത്ത മാന്ത്രിക സംഖ്യയിൽ എത്തിച്ചേർന്നത്. അത് കേവലം ഒരു എണ്ണസംഖ്യ മാത്രമല്ല, അതൊരു വിളക്കുമാടമായി മാറിയ ഒരു അപൂർവ സംഖ്യയാണ്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രം രൂപം കൊണ്ട അറബ് നാടുകളിൽ പോലുമില്ലാത്ത അത്രമേൽ വിപുലമായ രാജ്യാന്തര തലത്തിൽ തന്നെ ഇല്ലാത്തത്ര വിധം സംവിധാനമായി മാറി സമസ്തയുടെ മദ്രസ പ്രസ്ഥാനങ്ങൾ. ഇതിലാവട്ടെ 1 മുതൽ 12ാം ക്ലാസ് വരെ 12 ലക്ഷത്തോളം വിദ്യാർത്ഥികളും വിദ്യ അഭ്യസിക്കുന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് രാജ്യത്തു തന്നെ ആദ്യമായി രൂപീകരിച്ച പ്രഥമ മതവിദ്യാഭ്യാസ ബോർഡ്. വിവിധ സ്ഥലങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന ഓത്തുപള്ളികളെ മദ്രസ പ്രസ്ഥാനങ്ങളുമായി ക്രോഡീകരിച്ചത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ്. ഖുർആൻ, ഹദീസ് പഠനം, കർമ്മശാസ്ത്ര പഠനം, ആദർശ സ്വഭാവ സംസ്കരണ പാഠങ്ങൾ, ചരിത്രം, അറബി ഭാഷാ പഠനം, അറബി മലയാള ലിപി പരിജ്ഞാനം തുടങ്ങിയവകൾ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായി മുന്നോട്ടു പോകുന്നുണ്ട്. അറബി മലയാളം ഭാഷാ മീഡിയം അടിസ്ഥാനമാക്കിയതാണ് സമസ്തയുടെ മദ്രസ കരിക്കുലം. തമിഴ്, കന്നഡ മീഡിയത്തിലും പാഠ്യപദ്ധതികൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിനു പുറമെ ലക്ഷദ്വീപ്, തമിഴ്നാട്, കർണാടക, ആൻഡമാൻ, നിക്കോബാർ തുടങ്ങിയ സ്ഥലങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലും സമസ്തയുടെ നേതൃത്വത്തിലുള്ള മദ്രസകൾ നിലവിലുണ്ട്. ഖുർആൻ പാരായണ പരിശീലനത്തിനായി 2019 തഹ്സീനുൽ ഖിറാഅ എന്ന പേരിൽ നൂതന പരിശീലന പരിപാടിക്ക് സമസ്ത രൂപം നൽകിയത്. മതബോധം വളർത്തുന്ന പഠനത്തിലൂടെ മാനവിക സൗഹാർദ്ദത്തിനും രാഷ്ട്രപുരോഗതിക്കും മദ്രസ വിദ്യാഭ്യാസം ശ്രദ്ധേയ സംഭാവനകളാണ് നൽകി വരുന്നത്. രാജ്യസ്നേഹം പ്രൈമറി ക്ലാസ് പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ ദിവസങ്ങളിൽ പ്രത്യേക പരിപാടികളും മദ്രസകളിൽ നടന്നു വരുന്നുണ്ട്. അധ്യാപകർക്കുള്ള വിവിധ പഠന കോഴ്സുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന പേരിൽ അധ്യാപക കൂട്ടായ്മയും വിവിധ ക്ഷേമനിധി പ്രവർത്തനങ്ങളും
പെൻഷൻ, ഗ്രാറ്റുവിറ്റി പദ്ധതികളും സമസ്തയ്ക്ക് കീഴിൽ നിലവിലുണ്ട്. അക്കാദമിക് രംഗത്ത് വിദ്യാഭ്യാസ ബോർഡ് നിയമിച്ച മുഫത്തിഷുമാർ അംഗീകൃത മദ്രസകളിൽ അധ്യയന വർഷത്തിലെ ഇരുസമയങ്ങളിലായി നേരിൽ സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തുന്നുണ്ട്. 5, 7, 10, +2 ക്ലാസുകളിൽ പൊതുപരീക്ഷ, ടേം പരീക്ഷകൾ, പഠന പാഠ്യേതര പരിപാടികൾ, സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്ടുകൾ, വിദ്യാർത്ഥി കൂട്ടായ്മ, സുന്നി ബാലവേദി എന്നിവയും നിലവിലുണ്ട്. കൂടാതെ അൽബിർ പ്രീ പ്രൈമറി സ്കൂൾ, സമസ്ത സ്കൂൾ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് സമസ്ത മൈനോരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അസ്മി എന്നിവയും നിലവിലുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിൽ ഫാദില, ഡിഗ്രി തലത്തിൽ ഫദീല കോഴ്സുകൾക്ക് രൂപം നൽകി ഇസ്ലാമിക് വനിതാ കോളേജ് പദ്ധതിക്കും 1 വർഷം മുൻപ് രൂപം നൽകിയിട്ടുണ്ട്. പട്ടിക്കാട് MA എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാഭ്യാസ ബോർഡിന്റെയും ജാമിയ നൂരിയയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. മദ്രസകൾ 10,000 പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടികൾക്ക് കോഴിക്കോട്ട് ചേർന്ന വിദ്യാഭ്യാസ ബോർഡ് നിർവാഹക സമിതി രൂപം നൽകിയിട്ടുണ്ട്. 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് സമസ്തയുടെ 100ാം വാർഷികത്തിന് മുന്നോടിയായി തയ്യാറാക്കുന്നത്. മദ്രസ ശാക്തീകരണ പദ്ധതിയാണ് ഇതിൽ ശ്രദ്ധേയമായത്. കൂടുതൽ മേഖലകളിലേക്ക് മദ്രസകൾ വ്യാപിപ്പിക്കുകയും നൂതന സംവിധാനമായി സ്മാർട്ട് ക്ലാസ് റൂം സംവിധാനമൊരുക്കുകയും ചെയ്യും.